നമസ്കാരമുണ്ട്. എൻ്റെ ഒരു അമീൻ. ഇങ്ങനെ ആദ്യം മീശയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മീശ കഴിച്ച് കട്ട് ചെയ്ത് പോയതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ലക്ഷ്യപ്രിയ ഇങ്ങനൊരു സംഭവം പറഞ്ഞായിരുന്നു. അൻസിബയെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചൊക്കെ പറഞ്ഞത് ആയിക്കോട്ടെ, അത് ഉണ്ടാവുന്നതായിരിക്കാം, കുഴപ്പമില്ലത്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഉണ്ടായിരുന്ന സ്ഥലമാണ്, ഞാൻ കണ്ടതുമാണ്. താപ്പാനയുടെ സെറ്റിൽ വെച്ച്, താപ്പാനയുടെ സിനിമയുടെ സെറ്റിൽ വെച്ച് ഞാൻ കണ്ടൊരു സംഭവമുണ്ട്. ചമ്പലാണ് കേട്ടോ, സത്യമായിട്ട് ചമ്പലാണ്. എന്താ പറയുക, മീശയില്ലാത്തതുകൊണ്ട് ഭയങ്കര ചമ്പലാണ് എനിക്ക്. ആ താപ്പാനയുടെ സെറ്റിൽ വെച്ച് ലക്ഷ്മിപ്പിറയെ കാണിച്ച് എന്താന്നുള്ളത് ഓൾ വിത്ത് റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നമ്മൾ പറയുന്നു അൻസിബയെക്കുറിച്ച്. ശരി, ആയിക്കോട്ടെ, അത് വിവാഹം കഴിക്കാത്ത പെൺകുട്ടിയാണ്. 30 ദിവസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും പറയുന്നത് അങ്ങനെ ആയിരിക്കും. പക്ഷെ എന്നാലും അവർ പറയുന്ന ജെന്യൂനിറ്റി ഉണ്ട്. ഈ സ്ത്രീ പറയുന്നതിൽ എന്തെങ്കിലും ജെന്യൂനിറ്റി ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം ഇവിടെ, ഈ സ്ത്രീ അല്ലാതെ അമ്മയിലെ മറ്റൊരു ഭാരവാഹിയെങ്കിലും ആർക്കെതിരെ എന്തൊരു അപവാദം നടത്തിയിട്ടുണ്ടോ? ടിൻറ്റു പണ്ടേ മറ്റേ നമ്മുടെ ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ, പുള്ളിയുടെ പേരെന്താണ്, തിരുവനന്തപുരക്കാരാണ്. പുള്ളി പറഞ്ഞ പോലെ അവനാണ് വേശിയാണ്. ഇനി അതുകൊണ്ട് ഇത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ക്യാൻ എന്ന് പറയുന്ന CAN ക്യാൻ എന്ന് പറയുന്ന ചാനൽ, അത് പെയ്ഡ് ചാനലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ നോക്കിയത് മൊത്തം ഫോളോവേഴ്സ് നോക്കി, മൊത്തം കമൻസ് നോക്കി, 611 കമൻസ് ഞാൻ നോക്കി. എല്ലാവരും പറഞ്ഞതാണ് പെയ്ഡ് കമൻ്റ് ആണെന്ന്, പെയ്ഡ് ചാനലാണ്, പെയ്ഡ് കമൻ്റ് ആണെന്ന്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. ആ അവതാരകനും അങ്ങനെ അല്ലായിരുന്നു. ഒരു മര്യാദ വേണം. നമ്മളൊക്കെ എന്ത് ബഹുമാനം കൊടുത്താലും. നമ്മളറിയോ, ലക്ഷ്യപ്രിയ ചേച്ചി, സബീന അബ്ദുൾ റഹ്മാനോ സമതോ അങ്ങനെ കണ്ടാണെന്ന് തോന്നുന്നു അവരുടെ പേര്. എന്തെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. എൻ്റെ പേര് നോക്കിയിട്ട് ഇന്ന വളർത്തി ചേർക്കില്ല കേട്ടോ, ഞാൻ എൻ്റെ ആളുമല്ല. നിങ്ങൾ മദ്യം വാങ്ങിച്ചു കൊടുത്തോട്ടാണ് പറയണത് എനിക്ക് അൻസിബക്ക്. എന്താണ്, എനിക്ക് എത്രയോ പേര് മദ്യം മേടിച്ചു തന്നേക്കുന്നത്, എത്രയോ പേരെങ്കിലും മദ്യം മേടിച്ചു തന്നേക്കുന്നത്. പക്ഷേ കണക്ക് അവിടെ വെച്ച് പറഞ്ഞ് തീർത്തേക്കണം, അല്ലെങ്കിൽ പിന്നെ വരും പറയുകയാണ്. ഇത് നല്ലൊരു സുഹൃത്തുണ്ട് സനിൽ, RSSൻ്റെ കറകച്ചാലിലെ വലിയ ആളാണ്, BJPയുടെ. ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും അവൻ്റെ കണക്ക് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയാനറിയോ, എനിക്ക് ഈ വൃത്തികെട്ട അത് എനിക്ക് വരില്ല. കാരണം എനിക്കൊരു ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ വൃത്തികെട്ട സംസാരം വരില്ല. ഞാൻ എപ്പോഴും സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണ്. കുറേ വർഷം ബസ്സിൽ കണ്ടക്ടറായിട്ട് പോയിട്ടുള്ളതാണ്, ഡ്രൈവറായിട്ട് പോയിട്ടുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെണ്ണുങ്ങളെന്ന് വെച്ചാൽ എനിക്ക് പെൺകുട്ടികളില്ലാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. അല്ലാതെ തന്നെ എനിക്ക് ഉമ്മയുണ്ട്, സഹോദരിമാരുണ്ട്, ഭാര്യയുണ്ട്. ലക്ഷ്യപ്രിയെ ഒരു നാണം ഒരാളെക്കുറിച്ച് പറയും, ഒരു മര്യാദ ഇല്ലേ ഇത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? ഉണ്ടെങ്കിൽ വിളിക്കുക, നേരിട്ട് വിളിച്ചിട്ട് കാര്യം പറയാൻ തീർക്കുക. അല്ലാതെ നിങ്ങൾ വിളിച്ച് പറയണത്, അപ്പോഴാണ് നിങ്ങളെ മനുഷ്യൻ വില വെക്കുന്നത്. ആരാണ് മോശക്കാരിയെന്ന്, ആരാണ് മോശക്കാരിയെന്ന് അപ്പോഴാണ്, ആരെയാണ് വില വെക്കുന്നത് നിങ്ങൾ ആലോചിച്ചത്. ഞാൻ വീണ്ടും ഒരുപാട് ചെയ്യുന്നു. ഈ അൻസിബ ഹസൻ എന്ന് പറഞ്ഞ പെൺകുട്ടിയോ സ്ത്രീയോ ആയിക്കോട്ടെ, അവർ എന്തോ ഫോട്ടോ ഇട്ടുന്നോ വീഡിയോ ഇട്ടുന്നോ ഒരു വോയിസ് ഇട്ടോ, എൻ്റെ ഉണ്ട് കേട്ടോ, എൻ്റെ ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നാണ് പറയണത്. എൻ്റെ ഉണ്ട്, കറക്റ്റായിട്ട് കയ്യിലുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നാണ് പറയണത്. നിങ്ങൾക്കെതിരെ ഇത്ര പോസ്റ്റ് ഇട്ടെന്നാണ് പറയണത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപദ്രവിച്ചു. അപ്പോൾ നിങ്ങൾ ഭർത്താവിനെതിരെ കേസ് കൊടുക്കാൻ എന്താണ്? അൻസിബെതിരെ കേസ് കൊടുത്ത് ശരി, അതും വിട്ടിയാണ്. എന്നാലും നിങ്ങളുടെ വീഡിയോ ഒന്ന് പ്രദർശിപ്പിക്കാൻ പറ്റുമോ? ദുബൈയിൽ വെച്ചൊരു ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു, വീഡിയോ കണ്ടായിരുന്നു. ശരിയാണോ? അതൊന്ന് കാണിക്കാൻ പറ്റുമോ ജനസമൂഹത്തിൽ? ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, അൻസിബയോട് പറഞ്ഞല്ലോ അൻസിബ മദ്യപാനിയാണ്. ആയിക്കോട്ടെ,
അത് ഓരോ വ്യക്തികളുടെയും അവകാശമാണ്. മദ്യപിക്കുക, അന്യപുരുഷൻ എന്താ ഒരു പുരുഷനുമായിട്ട് ബന്ധപ്പെടുക. അവരുടെ വീട്ടിൽ പലരുണ്ടാവുന്നേ. നിങ്ങൾ പേര് പറയാം, മിഥിലാജ് എന്ന് പറഞ്ഞ് എനിക്കും നീ വ്യക്തമായിട്ടറിയുന്ന ആളാണ്. മിഥിലാജ് എനിക്ക് വ്യക്തമായിട്ടറിയുന്ന ആളാണ്. കാരണം ഞാൻ ആ കല്യാണ സൗന്ദര്യം അങ്ങനെ തൊട്ട് അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ അതോ ദൂരം പോയോന്ന് സത്യമാണ്. എങ്കിലും നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ താപ്പാനയുടെ സെറ്റിൽ പറഞ്ഞാൽ എൻ്റെ ലക്ഷ്മി ചേച്ചി പെട്ടുപോകും. ഇപ്പം ചേച്ചി ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുകയാണ്. ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ 26 വർഷത്തെ വിദേശത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. എങ്കിലും ഇത് ഇങ്ങനെ കുറേ ഒന്നും ഇങ്ങനെ കേൾക്കും. നിങ്ങളൊരു സ്ത്രീയാണോ? ശരിക്കും നിങ്ങൾ സ്ത്രീയാണോ? അങ്ങനെയല്ല പെണ്ണുങ്ങളാകേണ്ടത്. നമുക്കെപ്പോഴും മാന്യത കീപ്പ് ചെയ്യും. കാരണം നിങ്ങളുടെ സംസാരം കൊണ്ടാണ് നിങ്ങളെ മനുഷ്യൻ വില വെക്കുന്നത്. ഒരാൾ പോലും നിങ്ങളെ വില വെച്ചിട്ടുണ്ടോ? എന്തേ വെക്കൂല? ഒരാളെങ്കിൽ പോലും. കാരണം ശ്വേതമേടോ അല്ല ശ്വേതമേനോനോ അല്ല കുക്കൂമര മേസറിനോ ഒരാൾ പോലും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഒരു വീഡിയോ ഇട്ട് നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ല. നാളെ നിങ്ങളുടെ ഭർത്താവ് തള്ളിപ്പറയും. കാരണം നിങ്ങൾ അതാണ്. കാരണം നിങ്ങൾ അൻസിബിക്ക് മദ്യം മേടിച്ച് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, നീ മദ്യപിക്കത്താരാണുള്ളത്, നിങ്ങൾ മദ്യപിക്കില്ലല്ലോ. ഓക്കെ, സമ്മതിച്ചു. അവരുടെ റൂമിൽ ആരാണ്ട കണ്ടു എന്ന് വന്നു. ഓക്കെ, ആയിക്കോട്ടെ, ആ കൊച്ചിന് അവകാശമുണ്ടെന്ന്. നിങ്ങൾ പോയിട്ട് ആധാർ കാർഡ് ചോദിച്ചെന്ന് പറയുന്നത്. നീ ആരുടെ ചോദിക്കണം? ആധാർ കാർഡ് ചോദിക്കാണ്ട് നീയാണ് ഇന്ത്യ ഭരിക്കണേ. ആധാർ കാർഡ് ചോദിക്കണം, നീയാണ് ഇന്ത്യ ഭരിക്കണത്. ഒരു കാര്യം ചിന്തിക്കാവുന്നത്, ഇന്ത്യയിൽ പാസ്പോർട്ട് പോലും നമ്മുടെ പൗരത്വ തെളിയിക്കുക രേഖയല്ലാതെ പറഞ്ഞ രാജ്യത്താണ് ഞാനും നീ ജീവിക്കുന്നത്. നമ്മൾ ബസ് ടിക്കറ്റ് എടുക്കുന്ന പോലെ ഉള്ളൂ പാസ്പോർട്ട്. ഇപ്പോൾ ഓർത്തോണമെന്ന്. തെറ്റാണ്. ഒരിക്കൽ പോലെ ചെയ്യാൻ പാടില്ല. ഒരു സ്ത്രീയെക്കുറിച്ച് മറ്റൊരു സ്ത്രീ കുറ്റം പറയാൻ ആയിക്കോട്ടെ. നമ്മൾ ഒരുമിച്ച് കൂട്ടുകൂടുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യും. അതെനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോട് ഒരു പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കള്ളു കുടിക്കുമായിരുന്നു. എൻ്റെ ഭാര്യയുടെ കള്ളു കുടിക്കാൻ പോണേ ഞാൻ. തെറ്റത്. അത് നീ പറഞ്ഞ അതേ വാക്ക്, ലക്ഷ്മിപ്രിയ, നീ പറഞ്ഞ അതേ വാക്ക്, കർമ്മം അല്ലെങ്കിൽ കർമ്മം, അത് തിരിച്ച് നിനക്ക് വന്നിരിക്കും. അത് നീ നോക്കിക്കോ. ഒറ്റപ്പെടും. ഇത് പ്രാക്കോ? നീ പറയും മറ്റേ നീനാകുളം രാവിലെ പ്രാക്കൊന്നുമില്ല. ഇതാണ് നിനക്ക് കർമ്മത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഒറ്റപ്പെടും. കാരണം ആദ്യം നീ നല്ലവളാണെന്ന് നീ പ്രൂഫ് ചെയ്യുക. അല്ലെന്ന് ഉറപ്പല്ലയോ? കാരണം നീ ഇട്ട പോസ്റ്റ് ഞാൻ കണ്ടാണ്. ഏത്? നിൻ്റെ ഭർത്താവിനെതിരെ ഞങ്ങൾ പിരിയണ കാര്യങ്ങളൊക്കെ പറയുന്നത് നിൻ്റെ ഭർത്താവ് ഇട്ട പോസ്റ്റ് ഞാൻ കണ്ടാണ്. തെറ്റ് ചെയ്യാൻ പാടില്ല. അത് ചെയ്താൽ അത് നിൻ്റെ കുടുംബത്തിൻ്റെ അടിവേരിളക്കുന്ന ഏറ്റവും വലുതായിരിക്കും. പിന്നെ നിൻ്റെ ഭർത്താവ് ഉദ്യോഗസ്ഥന് അതിപ്പോൾ ജോലിയും കാര്യങ്ങളൊന്നുമില്ല. നീ ഇതുപോലെ ഉണ്ടാക്കുന്ന കാശുകൊണ്ട്, അതായത് ക്യാനിൽ കൈസ് ഒരു വീഡിയോ കൊടുത്താൽ ക്യാനിൽ അതിന് താഴെ മൊത്തം കമൻറ്റ് ഉണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ പെയ്ഡ് ന്യൂസ് കൊടുക്കുന്ന നീ, നിന്നെക്കൊണ്ട് പലർക്കും ആവശ്യമുണ്ടാവും. പല കാര്യം പറയാനുണ്ട്. പക്ഷെ അവരാരും പറയില്ല. നിന്നെക്കൊണ്ട് പറയിക്കും. നീ നോക്കിക്കോളി. അവസാനം നീ ഒറ്റപ്പെടും സമൂഹത്തിൽ. അത് വരാതെ ബഹുമാനപ്പെട്ട ലക്ഷ്മിപ്രിയ നോക്കുക. നീ എന്നൊക്കെ വിളിക്കും കേട്ടോ, പ്രായം കൊണ്ട് കുറവാവുണ്ട. എന്നാലും ഒന്ന് നോക്കുക. നീ ഒറ്റപ്പെടും. പിന്നെ രക്ഷിക്കാൻ ആരും കാണില്ല. നീ തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ കേസ് കൊടുത്ത അൻസിബിക്കെതിരെ, അൻസിബ് അതിൻ്റെ കേസ് കൊടുത്തത് ഇപ്പം 2ാമത്തെ തവണ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ മുകളിൽ പെടും. കാരണം കഴിഞ്ഞ ദിവസത്തിൽ നീ മദ്യപിക്കാൻ തരണം. നീ നല്ല മദ്യപാനാണെന്ന് അറിയാമല്ലോ. ഞാൻ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത് എൻ്റെ ശരിക്കും നോക്കി, ഞാൻ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ നീ പിന്നെ പറഞ്ഞു ഞാൻ മദ്യപിക്കൂല, മദ്യം മേടിച്ചു കൊടുക്കൂല, പിന്നെ അൻസിബിക്കാൻ ബില്ല് കൊടുത്തുന്നത്. അതെങ്ങനെയാണ്? എനിക്ക് 2 സുഹൃത്തുക്കളുണ്ട്.
എല്ലാം മദ്യപിക്കുന്നവരാണ്. നല്ലൊരു സുഹൃത്തുണ്ട്, അത് പേര് ഞാൻ പറയുന്നില്ല ഇവിടെ, അതായത് പേര് പറയാൻ പറ്റില്ല. ആ, മറ്റൊന്നുകൊണ്ടല്ല, പുള്ളി ഞങ്ങൾക്ക് മേടിച്ച് തരും, പുള്ളി കൊടുക്കൂല. നീ അങ്ങനല്ല, നീ എല്ലാ വൃത്തികേടും ചെയ്യും, എല്ലാ വൃത്തികേടും കാണിക്കും. കാരണം അത് ഞങ്ങളെല്ലാം കണ്ടാണ് ബിഗ് ബോസിലൂടെ ഈ കേരളം മുഴുവൻ കണ്ടതാണ്, 3.25 കോടി ജനങ്ങളും കണ്ടതാണ് നീ ആരാണെന്ന്. അതുകൊണ്ടല്ലേ ഒരു മനുഷ്യനെങ്കിലും നിനക്ക് സപ്പോർട്ടായിട്ട് വരണ്ട. എന്താ വരാത്ത? അതാണ് നീ. നമ്മൾ എത്ര മുല്ലപ്പൂ ഒടിഞ്ഞാലും, എത്ര ഒരു സുരാജ് വഞ്ഞാറോട് സിനിമയിൽ പറയുന്നുണ്ട്, എത്ര വിനയം വാരി വതറിയാലും ആ ഫ്രോഡ് തരം വെളി വരുമെന്ന്. അതാണ് നീ ഓർത്തു വന്ന്. അതുകൊണ്ട് നിർത്തണം. ആദ്യത്തെ വീഡിയോ ആണ്, അവസാനത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ ആണ്. ഇപ്പോൾ നീ ഓർക്കുമ്പോൾ എൻ്റെ പേര് മുഹമ്മദ് അല്ലമീൻ, ഞാൻ അനുസരിച്ച് സപ്പോർട്ട് ചെയ്ത് ജാതിയുടെ പേരിലാണെന്ന് ഒരിക്കലുമില്ല. അതൊരു ജാതിയോ മതമോ ഒന്നുമില്ല. അത് സപ്പോർട്ട് ചെയ്യേണ്ട സപ്പോർട്ട് ചെയ്യണം. ആ പെൺകുട്ടി എന്താണ് അതും വേണ്ട. നീ ഒന്ന് ചിന്തിക്കുന്നു, 2 സ്ത്രീകളാണ്, എനിക്ക് സഹോദരിമാരുണ്ട്, എനിക്ക് ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, നിനക്കാരല്ലേ? ഒരു ഉദ്യോഗസ്ഥൻ, ഭർത്താവ് ഉദ്യോഗസ്ഥൻ. കാരണം നീ ഇതുപോലത്തെ ഇത് കൊണ്ടിരുന്നുകൊണ്ട് കഴിയുന്ന ഒരുത്തന് ആദ്യം അവനോട് വെച്ച് ആകാൻ പറ, ആദ്യം അവനോട് വെച്ച് ആകാൻ പറ. അപ്പോൾ ഇതിനൊരു കേസ് കൊടുക്കാനറിയാം, ഈ പറഞ്ഞുകൊണ്ട് ഈ യൂട്യൂബ് ചാനലിലൊരു കേസ് കൊടുക്കുക, ഈ ചാനലിനെതിരെ അവനോട് ചാകാൻ പറയാം. അതായത് നമ്മൾ എന്താണ് അതിൻ്റെ എന്തോ പറയുമല്ലോ, അതിന് എന്താ അതിൻ്റെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, അതുകൊണ്ട് ഒറ്റ സെക്കൻഡ് ഞാൻ പറഞ്ഞുതരാം. മരിക്കാൻ വേണ്ടിയിട്ട് പ്രചോദനം ചെയ്തെന്ന് പറയുന്നുണ്ട്, കൊണ്ട് കേസ് കിട്ടും. എന്നാലും എനിക്കൊരു വിഷയമില്ല, എന്തറിയോ, അദ്ദേഹം നിന്നെ ഉപേക്ഷിച്ച് പോയില്ലെങ്കിൽ നീ അദ്ദേഹത്തെ കളയും, എനിക്ക് ഉറപ്പാണ്, ഉറപ്പാണ്. കാരണം നിനക്ക് ഒരെണ്ണമല്ല, എനിക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാം, നിനക്ക് ഒരെണ്ണമല്ല. അല്പം നാണം, അല്പം ഉൾപ്പ്, അതല്ലേ മര്യാദയും മാന്യതയും. കുട്ടികൾ വളർന്നു വരുന്നത് നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ട. എനക്കുണ്ട് 2 കുട്ടികൾ, ഭാര്യയുണ്ട്, നല്ലപോലെ ജോലി ചെയ്ത് ജീവിക്കുന്നൊരു ഭാര്യയുണ്ട്. പക്ഷെ നിൻ്റെ വളർന്നു വരുന്നത് നന്നാക്കി വളർത്താൻ നോക്കുക. അവരെ ജനങ്ങൾ കുറ്റപ്പെടുത്തരുത്. ഇത് ഇവിടെ മക്കളാണല്ലോ എന്ന് പറയരുത്, പറയിപ്പിക്കരുത്. നീ പറയിപ്പിക്ക് ഉറപ്പാണ് അറിയാം. കാരണം പണ്ടൊരു ആരോ പറഞ്ഞൊരു വാക്കുണ്ട്, പാടിയ നാവും ഓടിയ കാലം നിൽക്കൂലെന്ന്. അങ്ങനെ തന്നെയാണ് ഇത്. കറക്റ്റ് എടുത്തു. പാടിയ നാവും ഓടിയ കാലം നിൽക്കൂല, നിന്ന ഒറ്റ നിപ്പരും മനുഷ്യ പോകാന്നുള്ളൂ. ശരിക്കും ഓർത്തു വന്ന്